നമസ്കാരം. ഇന്നൊരു ക്യാരറ്റ് പാൽപുട്ടാണ്. യൂട്യൂബിലൊക്കെ വൈറലായ ക്യാരറ്റ് പാൽപുട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പുട്ടുപൊടി അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൊടി ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് അടച്ചു വെച്ച് വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ക്യാരറ്റും തേങ്ങയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ. ഒരു അരമുറി തേങ്ങയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. തേങ്ങ ഒരുപാട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നെയ്യിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഫ്രൈ ആവണ്ട, പതുക്കെ ഒന്നായാൽ മതി. അതിന് ശേഷം ഒരു വലിയ ക്യാരറ്റ് അതും കൂടി ഇതുപോലെ ചീകിയതാണ്, അതും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഈ ക്യാരറ്റും തേങ്ങയൊക്കെ. അതിലേക്കൊരു 2 വലിയ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നരച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ഇച്ചിരി കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും മിക്സ് അതിലേക്ക് പുട്ടുപൊടിയിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്തെടുക്കണം. 2 വലിയ സ്പൂണ് പാൽപ്പൊടി അതാണ് കേട്ടോ ഞാൻ ചേർത്തെടുത്തത്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കാം നമുക്ക് ഈ പുട്ടുപൊടി. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പുട്ടുകാണ എടുത്തിട്ടുണ്ട്. ആദ്യം തേങ്ങ ഇട്ടെടുക്കാം, പിന്നെ പുട്ടുപൊടി ആ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ ഒരു കുക്കർ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ആവി വന്നു കഴിയുമ്പോൾ പുട്ടും കണയിൽ വെച്ചിട്ട് ആവി ഏറ്റെടുക്കാം പുട്ട്. ഇപ്പോൾ കുക്കറിൽ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. പുട്ട് വെച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറി വന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാരറ്റ് പാൽപുട്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.